ഇതെൻ്റെ ബണ്ണിക്കുട്ടിയാണേ. ഞാൻ എവിടെയാണോ പോകുന്നത് അവൻ അവിടെയൊക്കെ വന്ന് കിടക്കുവേ. ഞാനിപ്പം സോഫയിൽ ജസ്റ്റ് ഇരുന്നിട്ടാണുള്ളത്. അപ്പം അവന് ഞാൻ ടി വി ആണെന്ന് ആയാലും ഇവിടെ ഇരുന്നിട്ട് വായിക്കുകയാണെങ്കിലും അവന് എൻ്റെ അടുത്ത് വന്നിട്ട് കിടക്കണം, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരും. ഏട്ടനുമായിട്ട് കുറുമ്പ്. ഏട്ടന് കാണുമ്പോൾ സോഫയമേലൊക്കെ കയറിയിട്ടാണ് ഏട്ടൻ ഓടിക്കും. അതുകൊണ്ട് അവൻ ഏട്ടൻ വരുന്നുണ്ടെങ്കിൽ നോക്കി നിൽക്കും, എന്നിട്ട് പതിയെ സോഫേൻ്റെ അടിയിലോട്ട് പോകും. ഞാൻ എവിടെയാണോ കിടക്കുന്നത് അപ്പോൾ അവന് എഴുന്നേൽക്കണം. എഴുന്നേറ്റ് എൻ്റെ അടുത്ത് വരും. ഞാൻ ഇനിയിപ്പം ഇതാ അവസ്ഥ. ഞാൻ ഇരുന്നിടന്ന് എഴുന്നേറ്റും. ഇനി ഞാൻ പോവുകയാണെങ്കിൽ നേരെ എൻ്റെ കൂടെ വരും. ഞാൻ ഇറയത്തേക്കാണ് പോകുന്നതെങ്കിൽ മുപ്പറപ്പാടം നോക്കി ഞാൻ വാതിൽ തുറന്നറിഞ്ഞു. ഞാൻ പതുക്കെ ഇറയത്തേക്ക് പോകുമ്പോൾ ഓടി വരിക. കണ്ടേ, ഒരു 10 മിനിറ്റൊന്നും വേണ്ട. ഞാൻ പോയ സ്ഥലത്തേക്ക് കക്ഷി ഓടി വരും. ഞാൻ ഇവിടെ വന്നിരുന്ന കക്ഷി ഇപ്പം എത്തും. ഇതൊക്കെ ഉറക്കവും പോയി, അവൻ്റെ എല്ലാ കാര്യവും പോയി. ഞാൻ എവിടെ ഇരിക്കുന്നു അവിടത്തേക്ക് അവൻ വരും. ഞാനിവിടെ ഉണ്ട്, നിനക്കറിയാം നീ വരുമെന്ന്. എൻ്റെ അടുത്ത് വന്ന് അവന് പറ്റണം. വേണ്ട അവനൊക്കെ ഒന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. ആൾക്കാരൊക്കെ റോഡ് മേലുണ്ട്. ഞാൻ എവിടെയാണോ അപ്പോൾ അവൻ അവിടെ വരുന്നു. ഞാൻ പുറത്ത് ചെടി നനക്കാൻ പോയാൽ കൂടെ തന്നെ വരും. എന്നോട് കുശലാണ്. എന്തേ എണീറ്റേ, അവിടുന്ന് സോഫയിൽ നിന്ന് എന്തേ എഴുന്നേറ്റേ എന്നൊക്കെ ഉള്ള ചോദ്യമാണ്. ഇനി ഒന്ന് അവിടെയൊക്കെ മാന്തി നഖമൊക്കെ ഒന്ന് ക്ലിയറാക്കി ഒന്ന് നടന്ന് ചുറ്റും നോക്കും. ഞാൻ പുറത്തിറങ്ങുമ്പോഴാണ് അവനും പുറത്തിറങ്ങാൻ ഇഷ്ടം. ബണ്ണി